ഇതേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആരും കിടക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട് അതിവിടെയാണ് കൊണ്ടുവന്നിടാറ്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാറുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്ന് കുറച്ച് ഇങ്ങനെ ആകുമ്പോഴാണ് മടക്കി വയ്ക്കാറ്. ഞാൻ ചിലപ്പോഴേക്കും പുറത്തിങ്ങനെ ഉണങ്ങാൻ ഇട്ടിട്ട് നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് തന്നെ മടക്കി നമ്മൾ കൊണ്ടുവന്ന് അയൺ ചെയ്ത് വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അയൺ ചെയ്യാനൊന്നും നിന്നില്ല. എനിക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഈ ബെഡ്റൂം ഇങ്ങനെ കാണുമ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തൂത്ത് തുടച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വലയടിക്കാനും അതുപോലെ തന്നെ ഭിത്തിയിൽ നിറയെ പൊടികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഡ്രസ്സൊന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലി കഴിയും. അപ്പോൾ കുറേ അധികം ഡ്രസ്സുകളുണ്ടായിരുന്നു. എൻ്റേതും ചെയ്യരുതും ചേട്ടൻ്റെതും ഒക്കെ ആയിട്ട് കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് മടക്കി മാറ്റുവാണ് കേട്ടോ. മടക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സെറ്റ് മുണ്ടും സെറ്റ് സാരി മുണ്ടും ഷർട്ടും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഉണക്കി നമ്മൾ റെഡിയാക്കി മടക്കി വെച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഒന്ന് വെയിൽ കൊള്ളിക്കാറുണ്ട്. നമ്മൾ സെറ്റ് മുണ്ടും പട്ടുസാരി അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ 2-3 എടുത്ത് അങ്ങനെ വെയിൽ കൊള്ളാൻ ഇട്ടതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടേക്ക് ഒന്ന് അടിച്ച് വാരി നല്ല പൊടിയുണ്ടായിരുന്നു. ആ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഭിത്തി നന്നായിട്ട് തുടയ്ക്കാൻ പോകുന്നത്. നമ്മുടെ മാജിക് സ്പോഞ്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത്രയും കാലം ക്ലീനിങ് പ്രോഡക്ട്സ് മേടിച്ചാൽ ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇതാണ്. ഇത് അത്രയും പൊടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭിത്തിയിൽ പറ്റിയിരിക്കുന്ന പൊടി വരെ അത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.